എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 290 മെറ്റീരിയൽസ് ആണല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ 3 ബ്രാൻഡിൻ്റെ ഐറ്റംസ് കാണിക്കുന്നുണ്ട്. ലാൽ ജീവാല, പിന്നെ നമ്മുടെ രാഹുൽ, അതിൻ്റെയൊക്കെ വൈറ്റ് ഗോൾഡിൻ്റെ ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ സിംഗിൾ കളർ മെറ്റീരിയൽസ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. സിംഗിൾ കളർ കുറച്ചേ ഉള്ളൂ. ഒരു 3-4 ദിവസത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീഡിയോ കൊണ്ട് വരുന്നത്. പിന്നെ പെരുന്നാളൊക്കെ ആയിരുന്നു, അപ്പോൾ അതിൻ്റേതായ അവധിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് കഴിഞ്ഞ് ഫ്രീ ആയ പിന്നെയാണ് വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കാണരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻസ്, ഏതാണ്ട് ഒരു 15 കൂടുതൽ ഡിസൈൻസ് നമ്മൾ ഈ വീഡിയോയിൽ മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതല്ലാണ്ട് വേറെ ഡിസൈൻസ് നമുക്ക് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി, ഫോട്ടോസൊക്കെ അയച്ചു തരാം കേട്ടോ. ഏറ്റവും പുതിയ മോഡൽസിൽ വന്നേക്കുന്ന ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെയായിട്ടും അങ്ങനെ കാണാത്ത ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഡിസൈനാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ബണ്ടിൽ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിരുത്തി വെച്ചിട്ട് എല്ലാ കളറും കാണിച്ചാലും അതിനകത്ത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മളത് ബണ്ടിൽ എത്ര കളേഴ്സ് ഉണ്ടെന്ന് കാണിച്ച ഡിസൈൻ പിന്നെ കാണിക്കുന്നത്. ഇത് രാഹുലിൻ്റെ ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനത്തെ ഒരു വർക്കും ഇപ്പുറത്ത് നെക്സ്റ്റ് സൈഡ് വന്നിട്ട് ഒരു ലൈൻ പോണ ടൈപ്പും, ഇത് അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ കാണാത്തൊരു ഡിസൈനാണ്. ഇതിൻ്റെയൊക്കെ വില വരുന്നത് 143 പ്ലസ് GST ആണ്. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ GST 5% കയറി വരും. GST കൂടെ ഉൾപ്പെടെ ഒരു 150 രൂപയുടെ അടുത്തേക്ക് റേറ്റ് വരും. GST 5% ഉണ്ടോ തുണിത്തരങ്ങൾക്കെല്ലാം. 1000 രൂപ വില വരെ വരുന്ന തുണിത്തരങ്ങൾക്ക്, അതായത് സിംഗിൾ പീസിലാണ് 1000 രൂപ, ടോട്ടലല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ 5% GST വരുന്നത്. അതിൻ്റെ മുകളിലേക്കുള്ള എല്ലാത്തിനും 12% വെച്ച് GST വരും. കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോപ്പിൽ നേരിട്ട് വന്ന് എടുക്കേണ്ടവർക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. മൂവാറ്റുപുഴയാണ് ഷോപ്പ് ലൊക്കേഷൻ വരുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വർക്കിംഗ് ടൈം. ആ സമയത്ത് വന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ പ്രോഷ്യൻ പ്രിൻ്റ് അടയിൽ കാണുന്നതൊക്കെ, അത് 2 പ്രിൻ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോഷ്യൻ പ്രിൻ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ സാധാരണ രാജവാടി പ്രിൻ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹോൾസെയിലായിട്ട് വേണ്ടവർ വാട്സാപ്പിൻ്റെ നമ്പറിനകത്ത് വാട്സാപ്പ് ചെയ്യുക. റീറ്റെയിലായിട്ട് വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്മൾ നമ്പർ കാണിച്ചിട്ടുണ്ട്, ആ നമ്പറിൽ തന്നെ റീറ്റെയിലിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ആരും അയക്കൊന്നും വേണ്ട. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസ് കിട്ടില്ല. അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് മാത്രം അയച്ചാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരുന്നത് 220 രൂപയാണ്. ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ലെവൽ ഫ്രീ ആണ്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഈ കാണിക്കുന്നത് സിംഗിൾ കളർ ചാർട്ടാണ്. ഇത് വന്നത് നമ്മുടെ ലാൽ ജീവാലയുടെ പ്രോസസ്സിങ്ങിൻ്റെ സിംഗിൾ കളർ ചാർട്ടാണ്. 10 കളേഴ്സാണ് നമുക്ക് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഇത് മെറ്റീരിയൽ നമുക്കൊരു 275-280 GSM ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് കേട്ടോ. നല്ല പ്യുവർ കോട്ടൺ ഐറ്റം തന്നെയാണ്. ഇനി 1-2 ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ട്. അതിനകത്ത് മെയിൻ കാര്യം 290 എന്ന് പറഞ്ഞ മെറ്റീരിയൽ വേറെയാണോ, 3 മീറ്റർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ വേറെയാണോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും 3 മീറ്റർ എന്ന് പറയും, എങ്കിലും അത് 3 മീറ്റർ ഒരിക്കലും മെറ്റീരിയൽ ഉണ്ടാവാറില്ല. 290 പ്ലസ് ആണ്. മിക്ക മെറ്റീരിയൽ 295-96 ആ ഒരു തോതിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് 290 നമ്മളത് പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി നമ്മളത് 3 മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത് 3 മീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഒരു വിഷയമുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പറഞ്ഞതാണത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ റേറ്റ് എന്താണ് ഇത്ര കൂടുതൽ, ഇതിലും കുറവ് റീറ്റെയിൽ റേറ്റ് ഉണ്ടല്ലോ. പക്ഷേ ശരിക്കും ഈ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് റേറ്റാണ്. നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ ചെന്ന് മെറ്റീരിയൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബ്രാൻഡഡ് ആയിട്ടാണ് നിങ്ങൾ ഈ റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. കുറഞ്ഞ ഐറ്റത്തിൻ്റെ കാര്യമല്ല നമ്മൾ സംസാരിക്കുന്നത്, ഈ പറഞ്ഞ മെയിൻ ബ്രാൻഡുകളുടെ ഐറ്റത്തിൻ്റെ കാര്യമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു അഡീഷണൽ എന്ന രീതിക്കാണ് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നത്. അത് ഒരു പീസ് മുതൽ എടുക്കുന്നവർക്കും ഫ്രീ ഷിപ്പിംഗ് ആണ് റീറ്റെയിലിൽ, ഹോൾസെയിലല്ല. ആരും തെറ്റിദ്ധരിക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് എന്നൊക്കെ കേൾക്കും. അതുകൊണ്ടാണ് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് സ്കിപ്പ് ചെയ്ത് കാണരുത് എന്ന് പറയുന്നത്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ കാണാൻ നമ്മൾ പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ കസ്റ്റമറിന് ഒരു സപ്പോർട്ട് എന്ന നിലയ്ക്കും കൂടിയാണ് നമ്മൾ ഈ റേറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ചോദിക്കാൻ എന്ത് റേറ്റിന് കൊടുക്കണം, നമ്മൾ ഈ റേറ്റിന് തന്നെ കൊടുക്കണത്, നിങ്ങളെ റേറ്റിന് കൊടുത്താൽ മതി തന്നെയാണ് നമ്മൾ പറയാറ്. അത് കുറച്ച് കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കൂട്ടി കൊടുക്കുക എന്നുള്ളത് കസ്റ്റമറിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് ബേസ് റേറ്റ് ആണ്. മാർക്കറ്റിലെ വിപണി വില എന്നൊക്കെ പറയില്ലേ, ആ വിലയാണ് നമ്മൾ ഈ പറഞ്ഞത്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തുകൊണ്ട് ആരും ഇവിടെ പ്ലേസ് ചെയ്യരുത്. ഇപ്പം നിങ്ങൾക്ക് ഫോട്ടോ തരുമ്പോൾ ഒരു സമയത്തിന് 10-25 പേർക്ക് ഒരുമിച്ചായിരിക്കും ഫോട്ടോ പോയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക. അല്ലാതെ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും, ആ ഗ്രൂപ്പിലിട്ട് കസ്റ്റമറിൽ നിന്ന് ഓർഡർ എടുത്ത് വരുമ്പോഴത്തേക്ക് ഐറ്റം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിനകത്ത് കുറേ മിസ്മാച്ചും കാര്യങ്ങളൊക്കെ നടക്കും, പിന്നെ ഓർഡർ ഡിലേ ആവും. അതുകൊണ്ടാണ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തുകൊണ്ട് ഈ ഐറ്റത്തിന്, നൈറ്റി മെറ്റീരിയലിൻ്റെ ഐറ്റത്തിന് വരരുത് എന്ന് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യമുള്ള മെറ്റീരിയൽസ് നിങ്ങൾ തന്നെ ഉടനെ ഓർഡർ ചെയ്യാൻ നോക്കുക. പിന്നെ ബണ്ടിലായിട്ടും ബെയിലായിട്ടൊക്കെ എടുക്കുന്നവർക്ക് റേറ്റിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോൾസെയിലിൻ്റെ നമ്പറിൽ സംസാരിച്ചാൽ മതി. ഇപ്പോൾ ബെയിലൊക്കെ ആയിട്ട് എടുക്കേണ്ടത് ഇപ്പോൾ യൂണിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആദ്യം തന്നെ ആ വിസിറ്റിംഗ് കാർഡോ അല്ലെങ്കിൽ GST നമ്പറൊക്കെ ഒന്ന് ഇട്ട് തരുവാണെങ്കിൽ നമുക്ക് സൗകര്യമായിരിക്കും. സിംഗിൾ കളറിൻ്റെ മെറ്റീരിയലിൻ്റെയും റേറ്റ് ഇത് തന്നെയാണ് കേട്ടോ, 143 GST തന്നെയാണ്. രാഹുലിൻ്റെ ഐറ്റമാണ് കേട്ടോ അത് ഈ കാണിക്കുന്നത്. ഇപ്പോൾ രാഹുലിൻ്റെ സ്റ്റിക്കർ താഴെ ഇരിക്കുന്ന കാരണം ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അൻമോൾ ക്വാളിറ്റിയാണ് രാഹുൽ, ടെക്സോ പ്രിൻ്റ് അൻമോൾ ക്വാളിറ്റിയാണ്, രാഹുൽ പ്രൊഡക്റ്റ് അല്ല.
പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ വിരിച്ചിട്ടെല്ലാം മെറ്റീരിയലൊന്നും കാണിക്കാൻ പാടില്ലെന്ന്. ഇപ്പം ചില ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സ്ട്രൈറ്റ് താഴത്തേക്ക് വരുന്ന ഡിസൈനാണ്. അത് നമ്മളിതുപോലെ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണം എന്നില്ല. പിന്നെ ബണ്ടിൽ വെച്ച് കാണിച്ച എല്ലാ കളറും എല്ലാവർക്കും ക്ലിയറും ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് ഒരു ഇത് മാത്രം നമ്മൾ തുറന്നെടുത്ത് കാണിച്ചിട്ട് ബാക്കിയെല്ലാം ബണ്ടിലിൽ നിന്നുള്ള കളേഴ്സ് മാത്രം കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ ഫോട്ടോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കളേഴ്സും ഉൾപ്പെട്ടിട്ടുള്ള ഇത് കിട്ടും, അതായത് ഫോട്ടോസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഇതിപ്പോൾ കാണുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്പ് ചെയ്യണത്. വീഡിയോയിൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ഫോണിനകത്ത് വീഡിയോ പ്ലേ ബാക്കിൻ്റെ ക്വാളിറ്റി ഉണ്ട്, അത് കുറച്ചൊരു ഫുൾ HD അല്ലെങ്കിൽ 4K ഇടാൻ പറ്റുമെങ്കിൽ 4K അങ്ങനെ ഇട്ടിട്ട് കണ്ടു നോക്കുക. എന്നുവെച്ചാൽ എല്ലാ വീഡിയോയും 4K ഇതിലുള്ള വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഡിസൈനും വരെ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ലൈറ്റിങ് കാര്യങ്ങളും അതനുസരിച്ച് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളിപ്പം അതിൻ്റെ പ്ലേ ബാക്ക് ക്വാളിറ്റി ഇച്ച് കൂട്ടിയിട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, നമ്മളൊരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അഡ്രസ്സ് അയച്ചു കൊടുക്കുക. അഡ്രസ്സ് അയച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബില്ല് കിട്ടും. ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. അത് റീറ്റെയിലാണെങ്കിലും ഹോൾസെയിലാണെങ്കിലും നമുക്ക് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഇത് രണ്ടുമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിന്ന് എടുക്കുന്ന മെറ്റീരിയൽസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് മാറ്റി നൽകുന്നതാണ്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഇട്ടിരുന്നാൽ മതി, അതൊക്കെ മാറിത്തരാം, കുഴപ്പമൊന്നുമില്ല. ഓൾ ഇന്ത്യ ലെവലിൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. പാഴ്സൽ സർവീസ് ആണെങ്കിലും കൊറിയർ, ഇന്ത്യ പോസ്റ്റ്, ഇത് മൂന്നും നമുക്ക് ഓൾ ഇന്ത്യ ലെവൽ അവൈലബിൾ ആണ്. കേരളത്തിൻ്റെ അകത്ത് മാത്രമാണ് നമ്മൾ കൊറിയറിൽ അയക്കാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പുറത്തേക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ പാഴ്സലിലും, അല്ല കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റിലും അയക്കാനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇൻസൈഡ് കേരള ഹോം ഡെലിവറി വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇന്ത്യ പോസ്റ്റ് ഓപ്റ്റ് ചെയ്യുക. അല്ല പെട്ടെന്ന് കിട്ടണം എന്നുള്ളൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് അടുത്ത നിയറസ്റ്റ് ടൗണിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊറിയർ ഓപ്റ്റ് ചെയ്യുക. 95% കൊറിയേഴ്സും 24 മണിക്കൂറിനുള്ളിൽ ഡെലിവേർഡ് ആവാറുണ്ട് നമുക്ക്. അതായത് ഇന്ന് വൈകിട്ട് അയച്ചാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും മിക്ക സ്ഥലത്തും കിട്ടാറുണ്ട്. 2 ദിവസം 3 ദിവസം ഡിലേ ഒന്നും വരാറൊന്നുമില്ല. വിത്തിൻ 1 വർക്കിംഗ് ഡേ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ആ സമയത്തിനുള്ള ഐറ്റംസ് അവിടെ കിട്ടാറുണ്ട്. പാഴ്സലാണെങ്കിൽ 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ 2-3 ദിവസമൊക്കെ എടുക്കും. അത് നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല, അത് ഡിപ്പാർട്ട്മെൻറ്റൽ കാര്യങ്ങളാണ്. അതിനകത്ത് നമുക്ക് വേറൊരു ഇൻഫ്ലുവൻസും കാര്യങ്ങളൊന്നുമില്ല. ഇതുവരെയായിട്ടും കാണാത്ത ഒരുപാട് ഡിസൈൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നീലത്തിൻ്റെ ഡിസൈനൊക്കെ ഇപ്പോൾ കഴിഞ്ഞു പോയത് നമ്മൾ കാണിച്ചു തന്നേരം, അത് പറയാൻ പറ്റിയില്ല. ഇതൊക്കെ രാഹുലിൻ്റെ ഒരു ഡിസൈനാണ്. ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മളങ്ങനെ കാണാത്ത ഡിസൈൻസാണ്. പിന്നെ നല്ല കളർ ഷെയ്ഡ് ഈ പ്രാവശ്യം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വന്നനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മുതൽ എല്ലാ ദിവസവും നമ്മൾ പറ്റിക്കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കുറച്ച് സമയക്കുറവ് മൂലമൊക്കെയാണ് വീഡിയോ ചെയ്യാതെ പോകുന്നത്. ചില ഡിസൈൻസ് ഒന്നും വീഡിയോ പോലും ചെയ്യാറില്ല. അതിന് മുമ്പ് നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്ത് നമുക്ക് ഇവിടെ തീരുന്നതനുസരിച്ച് ഫോട്ടോ അടുത്ത വണ്ടിയിൽ പൊട്ടിച്ച് ഫോട്ടോ അയച്ചു കൊടുത്ത് നമുക്ക് അത് തീരാറുണ്ട്. പിന്നെ സെറ്റായിട്ട് എടുക്കാൻ പറഞ്ഞ ഐറ്റംസ് സെറ്റായിട്ട് തന്നെ എടുക്കണം. ടിക്കറ്റ് ആരും അയക്കരുത്, ഓർഡർ പ്ലേസ് ആവില്ല. അത് നമ്മളൊന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ പറയാനുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയും എല്ലാ ഡിസൈൻസും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് അടിച്ചേക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം എല്ലാവരും ലൈക്ക് അടിക്കാൻ പറഞ്ഞു, ഒരുപാട് പേര് ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു താങ്ക്സ് പറയുവാണ്. ലാസ്റ്റ് നിമിഷമാണ് താങ്ക്സ് പറയണത്, ആദ്യം തന്നെ പറയാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇനി ഇതിലും നല്ല ഡിസൈൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. മെറ്റീരിയലൊക്കെ വേണ്ടവർ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.